ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ അലി ഖംനായിയെ കാണണമെന്നും അദ്ദേഹവുമായി ചർച്ച നടത്തണമെന്നും ട്രംപ് ആഗ്രഹം പ്രകടിപ്പിച്ചു. പിശാചുക്കൾക്ക് ഇറാൻ വിരുന്ന് കൊടുക്കാറില്ല എന്ന് ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു. ഇപ്പോൾ നേരിട്ട് കൊണ്ടുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിൻ്റെ സൂചകം പറയുന്നത് വല്ലാത്ത രീതിയിൽ ദയനീയ അവസ്ഥയാണ് അമേരിക്കയുടേത് എന്ന തരത്തിലാണ്. കുവൈറ്റിന് നേരെ ആക്രമണം നടന്നതോടുകൂടി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പരിതാപകരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് അമേരിക്ക എന്ന് പറയുന്ന സംവിധാനം തന്നെ മാറിയിരിക്കുന്നു. മാത്രമല്ല, കുവൈറ്റുമായി ഇപ്പോൾ നിലവിൽ അമേരിക്കക്ക് നല്ലൊരു സൗഹൃദ ബന്ധമല്ല ഉള്ളത്. കാര്യം, തങ്ങളുടെ രാജ്യത്ത് നേരെ ആക്രമണം വന്നു, തങ്ങളുടെ ഏറ്റവും വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ആ എയർപോർട്ടിന് നേരെ ആക്രമണം വന്നു. ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഇറാൻ മാറി. അത് അമേരിക്കയാണ് ആ പ്രവൃത്തി ചെയ്തത് എന്ന് പറയുകയും ചെയ്തതോടുകൂടി സ്ഥിതികൾക്കൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്. അതോടനുബന്ധിച്ചാണ് ഈ മുജ്തബ അലി ഖംനായി എന്ന് പറയുന്നത് അവിടുത്തെ ആത്മീയ നേതാവായിരിക്കുന്ന ഖംനായിയുടെ മകനാണ്. ഖംനായിയും ആ കുടുംബത്തെയും കൂട്ടക്കൊല ചെയ്തത് അമേരിക്കയാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ആക്രമണമാണ്, അല്ലെ തങ്ങളാണ് അത് ചെയ്തത് എന്ന് അഭിമാന പുരസ്കാരം അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവിധ തടസ്സങ്ങളും നീക്കപ്പെട്ടിരിക്കുന്നു. ഇനി പുതിയൊരു യുഗപ്പിറവിയാണ് ഇറാനികൾക്ക് വരാനുള്ളത്. ഞങ്ങൾ അതിന് നേതൃത്വം നൽകും എന്നുള്ളതാണ് ഖംനായിയുടെ മരണത്തോടനുബന്ധിച്ച് തന്നെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൊലപാതകത്തോടനുബന്ധിച്ച് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മാനസികമായ രീതിയിൽ വല്ലാത്ത രീതിയിൽ ആഘാതവും പ്രയാസവും ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോഴത്തെ പിന്നീട് രണ്ടാമത് മുജ്തബ അലി ഖംനായി ആത്മീയ നേതാവായിട്ട് അധികാരമേൽക്കുന്നു. അധികാരമേറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും അത് ജനങ്ങളുമായിട്ട് സംബോധന ചെയ്ത കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. പലതരത്തിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, അത് വോയിസ് ആയിട്ടും വീഡിയോ ആയിട്ടും പുറത്തിറക്കുകയും ജനങ്ങളോട് അത് പറയുകയും ചെയ്തു. അവിടുത്തെ പൗരന്മാരോട് പറയും. അവർക്ക് വലിയ രീതിയിൽ ആവേശമായി. പിന്നീട് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട രീതികൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു. കഠിനമായിരിക്കുന്ന യുദ്ധത്തിലേക്ക് ഇറാൻ പ്രവേശിക്കുകയും ചെയ്തു. പിന്നീട് ഇദ്ദേഹത്തിന് നേരെയും ഒരു വധശ്രമം നടന്നു. അദ്ദേഹം താമസിച്ചിരുന്ന ബിൽഡിങ്ങിൻ്റെ മേഖല അപ്പാടെ നിലം പൊത്തി എന്നുള്ളതാണ് അമേരിക്ക അവകാശപ്പെട്ടത്. ഇദ്ദേഹത്തിന് പരിക്കേറ്റു എന്ന് പറഞ്ഞു. എന്നാൽ അമേരിക്ക പറഞ്ഞത് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇസ്രായേലും പറഞ്ഞ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട IRGC അടക്കമുള്ള ഉന്നത സൈനിക സംവിധാനങ്ങളൊന്നും കാര്യമായിട്ട് പ്രതികരിച്ചൊന്നുമില്ല. അതുകൊണ്ട് ഇത് എന്തായി എന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഇറാൻ സ്ഥിരീകരിക്കണം. ഇറാൻ സ്ഥിരീകരിക്കാത്തിടത്തോളം കാലം അതെന്തായെന്ന് പറയാനും പറ്റില്ല. അങ്ങനത്തെ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് പരിക്കേറ്റ വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നു. അത് ഇറാൻ സ്ഥിരീകരിക്കുന്നു. അദ്ദേഹത്തിന് ചികിത്സ നൽകുന്നു. ചികിത്സ നൽകിയ ശേഷം അദ്ദേഹത്തിന് അത് ഭേദപ്പെടുന്നു. പിന്നീട് ജനങ്ങളുമായിട്ട് അദ്ദേഹം സംവദിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും പുറത്തു വരുന്നു. എവിടെയാണ് താമസിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു അജ്ഞാതമായിരിക്കുന്ന വിവരമാണ്. പല ഘട്ടത്തിലും തമാശയായിട്ടും കളിയാക്കിയിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അയാളുടെ ഈ സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ ചോദിക്കപ്പെട്ടത് കൊന്നു കഴിഞ്ഞല്ലോ, കൊല്ലപ്പെട്ട് കഴിഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് ഒളിച്ചു വെക്കുന്നത്, തുറന്ന് പറഞ്ഞൂടെ എന്നുള്ളതാണ്. അതായത് ഇദ്ദേഹം മരണപ്പെട്ടു എന്ന് ഉറപ്പായിട്ടും സ്ഥിരീകരിക്കുകയാണ് അമേരിക്ക വീണ്ടും ചെയ്തത്. ഇപ്പോൾ അതെല്ലാം മാറി അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതും അദ്ദേഹമാണ് ഇപ്പോൾ ഈ യുദ്ധത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതും IRGCയെ നേരിട്ട് നയിക്കുന്നത് ഇദ്ദേഹമാണ് എന്നതിനെക്കുറിച്ചൊക്കെ കൃത്യമായിരിക്കുന്ന ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കളം മാറ്റിയിട്ടാണ് പിന്നീട് പറഞ്ഞത് ഖംനയുമായിട്ട് എനിക്ക് സംസാരിക്കണം. ഇറാൻ മറുപടി പറഞ്ഞു, പിശാചുകൾക്ക് വിരുന്ന് കൊടുക്കുന്ന പരിപാടി ഇറാൻ ചെയ്യാറില്ല. മറുപടിയായി, ചോദ്യമായി, ഉത്തരവായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഖംനയുമായി ചർച്ച ചെയ്യണമെന്ന് പറയുന്നത്? ഇത് എവിടെ എത്തുന്നില്ല. അതുകൊണ്ടാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയാണ് പരമാവധി ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് പോകാറുള്ളത്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ അങ്ങനെ ചർച്ചയിലൊന്നും പങ്കെടുക്കാറില്ല. അദ്ദേഹം അങ്ങനെ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്ന റിപ്പോർട്ട് കാര്യങ്ങളൊന്നും ഇതുവരെ അങ്ങനെ കാര്യമായിട്ട് പുറത്തു വന്നില്ല. ആദ്യ ഘട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ യുദ്ധം നേരിട്ട് കൊണ്ട് IRGC ഏറ്റെടുത്തതോടുകൂടി റൂട്ടൊക്കെ മാറിയാണ് സഞ്ചരിക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ മറുപടി പറയുന്നതൊക്കെ ഇപ്പോൾ ഇറാന്റെ വിദേശകാര്യമന്ത്രിയാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പോയാൽ ഒരിക്കൽ പോലും ഈ യുദ്ധത്തിന് വിരാമം ഉണ്ടാവില്ല, പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. യുദ്ധം വിജയിച്ചു എന്നോ പരാജയപ്പെട്ടു എന്നോ പറയാൻ വേണ്ടി സാധിക്കില്ല. അതിനനുസരിച്ച് അതിൻ്റേതായിരിക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന രാജ്യമായിട്ട് അമേരിക്കയുടെ സൈനികരും അറേബ്യൻ രാജ്യങ്ങളും മാറും. അറേബ്യൻ രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള സമ്മർദ്ദമാണ്. കാര്യം നിങ്ങളുമായി സഹകരിച്ചത് കൊണ്ട്, നിങ്ങളെ സഹായിച്ചത് കൊണ്ട്, നിങ്ങൾക്ക് സൈനിക പൈസ നൽകിയത് കൊണ്ട് അതിന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന രാജ്യങ്ങളായി തങ്ങൾ മാറിയിരിക്കുന്നു. തങ്ങളുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനും വികസന സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും രാജ്യപുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും സാധ്യമല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കും. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള ബിൽഡിംഗ് ഇപ്പോൾ സൗദി അറേബ്യയിൽ പണി കഴിപ്പിച്ചൊരു 2 എണ്ണം. ഒന്ന് 1 കിലോമീറ്ററിൻ്റെ മേലെയാണ് ദൂരം കണക്കാക്കുന്നത് മേലോട്ട് നോക്കുന്ന സമയത്ത്. അത് ഇപ്പോഴത്തെ ബുർജ് ഖലീഫയുടെ ഏകദേശം 4 ഇരട്ടിയെങ്ങാൻ വരും.
അപ്പോൾ അത്രയ്ക്ക് വലിയ രീതിയിലുള്ള സമുച്ചയങ്ങളൊക്കെ പടുത്തുയർത്തുന്ന സമയത്ത് ഇങ്ങനെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആ യുദ്ധത്തിൽ മിഡിൽ ഈസ്റ്റിനെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തി നടക്കുകയും അറേബ്യൻ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ തുരുതുരാ മിസൈലും ഡ്രോണുകളും വന്നുകൊണ്ടിരിക്കുകയും അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയെ സാധിക്കാതെ വരികയും ചെയ്യുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ ആശങ്കയുണ്ട്. ഞങ്ങളുടെ ഭൂപ്രദേശത്ത് നിങ്ങൾ ആക്രമിക്കുന്നതാണ് പ്രശ്നം, ഞങ്ങളുടെ മേഖലയിൽ നിങ്ങൾ ഒഴിവാക്കും. കാരണം ഇപ്പോൾ ഈ കടൽ മേഖലയ്ക്ക് അറേബ്യൻ കടലിൽ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ യുദ്ധക്കപ്പലിൽ നിന്ന് ഇപ്പോൾ ആക്രമണം നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആ കപ്പൽ കാണുന്നില്ല എന്ന ചില റിപ്പോർട്ട് പ്രാദേശിക തലത്തിലൊക്കെ വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയൊക്കെയാണ് ഇത് വ്യാപകമായി പ്രചരിക്കും. ഞങ്ങൾ തിരയുകയാണ് ആ കപ്പലുകൾ എവിടെ. ഒന്ന് ജോർജ് ബുഷിൻ്റെ കപ്പലാണ്, ജോർജ് ബുഷിൻ്റെ പേരുള്ള കപ്പലാണ്. രണ്ടാമത് അബ്രഹാം ലിങ്കൻ്റെ പേരുള്ള കപ്പലാണ്. ഒന്ന് പിന്നെ മെഡിറ്ററേനിയൻ കടലിൽ, ഇസ്രായേലിൻ്റെ മെഡിറ്ററേനിയൻ കടലിൻ്റെ ആ ഭാഗത്തുള്ളതാണ്. ഈ കപ്പലുകളൊക്കെ ചൂട്ടൊക്കെ പിടിച്ചും കഴിഞ്ഞിട്ട് പകലിങ്ങനെ തിരയുന്ന രീതിയിലുള്ള കുറേ വീഡിയോസൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ അറേബ്യൻ കടലിലാണ് ഇപ്പോൾ ഉള്ളത്, എന്നിട്ട് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ കപ്പൽ വന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്, പക്ഷേ കാണുന്നില്ല. അപ്പോൾ എവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ ചിലർ മെഴുകുതിയൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരയുന്ന രീതിയൊക്കെ കാണും. ഈ തരത്തിൽ ആക്ഷേപഹാസ്യമാക്കിയിട്ട് അമേരിക്കയുടെ സൈനികരെയും കപ്പലിനെയും അതിൻ്റെ സംവിധാനത്തെയും മാറ്റുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഒരു പേടിയായിരുന്നു. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്, വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ലെബനാനിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് പറഞ്ഞൊരു മറുപടിയുണ്ട്. അത് വളരെ പ്രസിദ്ധമായിരിക്കുന്ന മറുപടിയാണ്. ഒരിക്കൽ പോലും അമേരിക്ക ആണെങ്കിൽ ഇസ്രായേൽ ആണെങ്കിൽ ഇതിന് രണ്ട് ഇരട്ടക്കുട്ടികളായിട്ടാണ് അവർ കണക്കാക്കുന്നത്. ഈ രണ്ട് വിഭാഗത്തോടും ഉപദേശം നൽകിയിട്ടോ അപേക്ഷ നൽകിയിട്ടോ കാരുണ്യം പറഞ്ഞിട്ടോ പ്രയാസങ്ങളും സങ്കടവും പങ്കുവച്ചിട്ടോ ഒരു കാര്യമില്ല. അത്രമൊന്നും ഉൾക്കൊള്ളുന്ന രീതിയിലല്ല അവരുടെ മനോഭാവങ്ങളും ജീവിത രീതികളും അവരുടെ അവസ്ഥകളും. പകരം എന്ത് ചെയ്യണം? അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടണം. നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ട് കൊണ്ടേയിരുന്നാൽ തീർച്ചയായിട്ടും അവർ പരാജയപ്പെടും. അവർ നിലക്കാത്തിരുന്ന അവർ വലിയ രീതിയിലുള്ള ഭീഷണികളും വലിയ രീതിയിലുള്ള മുന്നറിയിപ്പുകളും ഞങ്ങൾ ആ നാളെ ചുട്ടരിക്കും, ഇല്ലാതാകും, രാജ്യം ഒലിച്ചു പോകും, രാജ്യങ്ങൾ കടലിൽ നിന്ന് തരേണ്ടി വരും, ഇങ്ങനത്തെ പല രീതിയിലുള്ള കനമുള്ള വാക്കുകളൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. സാധാരണഗതിയിൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് ശത്രുപക്ഷത്തിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഏറ്റവും കനമുള്ള വാക്കുകൾ പറയുന്ന രാജ്യങ്ങളിൽ ഒന്ന് അമേരിക്കയാണ്. അമേരിക്ക ഡിക്ഷണറി തരിക ചെയ്യുക, യുദ്ധം തുടങ്ങിയാൽ ഡിക്ഷണറി തരും. എന്നിട്ട് ഏറ്റവും കഠിനമായിരിക്കുന്ന വാക്കുകൾ ഏതാണെന്ന് പരിശോധിച്ച് അതെടുത്ത് കണ്ട് പ്രയോഗിക്കും. അതുകൊണ്ടാണ് വംശം ഉന്മൂലനം ചെയ്യുന്ന തരത്തിലേക്ക് ഇറാൻ മാറാൻ പോവുകയാണ്. ആ ദേശം ഭൂപടത്തിൽ അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. അവരുടെ സാംസ്കാരിക തനിമ ഒലിച്ചു പോകാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെ അല്ലേ? അല്ലെങ്കിൽ രാജ്യം പിളർക്കാൻ പോവുകയാണ്. അവിടെ ഇനി ഭാവിയിൽ ആയത്തുള്ള അലി ഖംനായെ പിന്തുണക്കുന്ന അവസാനത്തെ ഒരു വ്യക്തി പോലും ഇല്ലാതാവാൻ പോവുകയാണ്. ഈ തരത്തിലുള്ള എത്രോനും പ്രയോഗങ്ങളും എത്രാനും വാക്കുകളും നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്താണ് ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏതെങ്കിലും ഒന്ന് സ്വായത്തമായിട്ടുണ്ടോ? ഇല്ല. അവരുടെ രീതി അങ്ങനെയാണ്. സാധാരണഗതിയിൽ അവരുടെ ഈ അന്താരാഷ്ട്ര മീഡിയകളൊക്കെ അവരുടെ കൈവശത്തിലാണ്. അത് റോയിട്ടേഴ്സ് ആണെങ്കിലും BBC ആണെങ്കിലും ABC ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അവരുടെ കൈവശത്തിലാണ്. അതുകൊണ്ട് അവരെന്താണോ പറയുന്നത് അതാണ് യാഥാർത്ഥ്യം എന്ന് ലോകം വിശ്വസിക്കുകയും ചെയ്തു. ഇപ്പോൾ അൽ ജസീറ പോലെയുള്ള, അൽ അറബിയ പോലെയുള്ള ചാനലുകളും പത്രങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി അതിന് റൂട്ട് മാറി. അത് അമേരിക്ക പറയുന്നത് തന്നെയല്ല, ഇതും പറയും. 2023 ഒക്ടോബർ 7 ഹമാസിൻ്റെ ആക്രമണത്തോടു കൂടി ചരിത്രം മറ്റൊരു തലത്തിലേക്കാണ് നീങ്ങിയത്. അതിനു മുൻപും അതിനുശേഷം ഒക്ടോബർ 7 മുൻപ് ലോകം എങ്ങനെയാണോ അതും ഒക്ടോബർ 7 ശേഷമുള്ള ലോകം ഏതാണോ അതും ഈ തരത്തിലാണ് അതിനെ കമ്പയർ ചെയ്യപ്പെട്ടത്. അപ്പോൾ പിന്നീടാണ് പാലസ്തീൻ എന്താണ്, ഗസ എന്താണ്, വെസ്റ്റ് ബാങ്ക് എന്താണ്, ഇസ്രായേൽ എന്താണ്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, ജെറുസലേമുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്താണ്, 967 കരാർ വ്യവസ്ഥ എന്താണ്, 947 സ്വാതന്ത്ര്യം എങ്ങനെയാണ് കിട്ടിയത്, അവരെങ്ങനെയാണ് കൂട്ടിച്ചേർത്തത്, എന്തൊക്കെയാണ് ഇവിടെ കാട്ടിക്കൂട്ടിയത് എന്നതിനെക്കുറിച്ച് ലോകം താല്പര്യപൂർവ്വം പഠിച്ചു വരുന്നത് ഈ ദിവസത്തിന് ശേഷമാണ്. അതാണ് UN സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് തന്നെ പറഞ്ഞത്, ശൂന്യതയിൽ നിന്നുണ്ടായ ആക്രമണമല്ല ഹമാസിൻ്റേത്, അതിന് ചരിത്രപരമായിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഇന്നത്തെ ദിവസത്തിൽ നിന്ന് അങ്ങോട്ട്, അത് ഒക്ടോബർ 7 ശേഷമുള്ള ലോകത്തെക്കുറിച്ചല്ല, അതിനു മുൻപും ഒരുപാട് വർഷങ്ങളും കാലുകളും പതിറ്റാണ്ടുകളും കഴിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ മുതൽ പഠിക്കുന്ന സമയത്ത് മാത്രമേ ഇന്നത്തെ ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ കാതലായിരിക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്ന് ആന്റണിയോ ഗുട്ടറസ് പറഞ്ഞ വലിയ വിവാദമായിരുന്നു. അത് ഇളകി പറഞ്ഞു ഇസ്രായേൽ പറഞ്ഞതെന്ന് മാത്രമല്ല, അയാളൊന്നും UN സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കാൻ വേണ്ടി സാധിക്കില്ല, അയാൾ അംഗീകരിക്കില്ല, ഈ കാര്യത്തിന് മാപ്പ് പറയണം, ഇയാൾ അതിൽ നിന്ന് രാജിവെക്കണം, ഇയാൾ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു. അത് അയാൾ മാത്രമല്ല പറഞ്ഞത്, പിന്നീട് പല രാജ്യങ്ങളും പറഞ്ഞു. ഇസ്രായേലിന് എല്ലാ കാലത്തിലും പിന്തുണക്കുന്ന ഈ ഫ്രാൻസ് ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിൻ്റെ ആവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും വിജയിക്കാത്ത ഒരു യുദ്ധത്തിലാണ് ഇസ്രായേൽ ഉള്ളത് എന്ന് പറഞ്ഞതായിരുന്നു വലിയ വിവാദമായത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത്,
ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായിട്ട് നിലനിൽക്കുക എന്നുള്ളത് ഒരിക്കലും അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. കാരണം അമേരിക്കയുടെ പിന്തുണ നിർബന്ധമായിട്ടും ആവശ്യമാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് അവസാനത്തെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവസാനത്തെ പരിശ്രമമാണ് ഈ വിഷയത്തിൽ ഇസ്രായേൽ നടത്തുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.